ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ടോക്ക് അബൌട്ട് ഡിഫറെന്റ് ടോപ്പിക്കിന്റെ പാർട്ട് 2 ആണ്. അതായത് ഇപ്പൊ ആ ടോപ്പിക്കാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സ്കൂൾ ലൈഫാണ്. അപ്പോൾ അതിന്റെ രണ്ടാമത്തെ ടോപ്പിക് തന്നെയാണ്, സ്കൂൾ ലൈഫ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം വെച്ചാൽ കുറച്ച് ലെന്തി ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അതിന്റെ പാർട്ട് 2 ആണ് ഇടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, ബട്ട് മൈ ബ്രദർ ഡസൻ പ്രാക്ടീസ് വയലിൻ എനിമോർ. എന്നാൽ എൻ്റെ സഹോദരൻ വയലിൻ തീരെ പരിശീലിക്കുന്നില്ല. ഐ ആം ഗോയിങ് ടു ദ നൈറ്റ് ക്ലാസ് എവറി നൈറ്റ്. ഞാൻ ദിവസേന രാത്രി നിശ ക്ലാസ്സിന് പോകുന്നു. വാട്ട് ആർ യു പേരൻസ് ഡൂയിങ്? താങ്കളുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു? ദേ ആർ വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് കമ്പനി. അവർ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. മൈ ഫാദർ ഈസ് സ്റ്റഡിയിങ് ഫോർ MA പൊളിറ്റിക്സ് റൈറ്റ് നൗ ബട്ട് ബൈ ഡിസ്റ്റൻസ് മോഡ്. എൻ്റെ അച്ഛൻ ഇപ്പോൾ വിദൂർച്ഛനം വഴി MA പൊളിറ്റിക്സിന് പഠിക്കുന്നു. പൊളിറ്റിക്സ് സയൻസ് റിയലി ഇൻട്രസ്റ്റഡ് ഹിം ദ മോസ്റ്റ്, ഹി സേസ്. പൊളിറ്റിക്സ് സയൻസ് യഥാർത്ഥമായും അദ്ദേഹത്തെ ഏറെ താല്പര്യം ആക്കുന്നുവോ എന്നാണ് അദ്ദേഹം പറയുന്നത്. നോട്ട് ഓൾ സ്റ്റുഡൻസ് ഗോ ഓവർ their ലെസൺ ത്രൂലി. എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പാഠഭംഗങ്ങൾ മിക്കവും നിലയിൽ പരിശീലിക്കുന്നില്ല. നോട്ട് ഓൾ സ്റ്റുഡൻസ് പ്രാക്ടീസ് their ലെസൺ പ്രോംപ്റ്റ്ലി. എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പാഠങ്ങൾ ഉത്സാഹത്തോടെ പരിശീലിക്കുന്നില്ല. വൈ isn't your father going at evening college? എന്താണ് താങ്കളുടെ അച്ഛൻ വൈകുന്നേരം പ്രവർത്തിക്കുന്ന കോളേജിൽ പോകുന്നത്? He doesn't get enough time, so he is doing his MA by distance mode. അദ്ദേഹത്തിന് വേണ്ടത്ര സമയം ലഭിക്കുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം MA വിദൂര പഠനം വഴി ചെയ്യുന്നു. He attends lectures every month. അദ്ദേഹം എല്ലാ മാസവും ലെക്ചറുകൾക്ക് ഹാജരാകുന്നു. But there aren't any lectures for the last 2 months. എന്നാൽ കഴിഞ്ഞ 2 മാസമായി ലെക്ചറുകൾ ഇല്ലായിരുന്നു. My mother is so worried now. എൻ്റെ അമ്മ ഇപ്പോൾ ആകെ വിഷമത്തിലാണ്. Why is she so worried? എന്തുകൊണ്ട് അവർ ഇത്രമാത്രം വിഷമിക്കുന്നത്? My sister doesn't study hard enough. എൻ്റെ സഹോദരി വേണ്ടത്ര പരിശ്രമിച്ച് പഠിക്കുന്നില്ല. I think she is not all interested in her studies. അവർക്ക് അവളുടെ പഠനത്തിൽ തീരെ താല്പര്യമില്ലെന്ന് ഞാൻ കരുതുന്നു. Really so, but she is good at tailoring and embroidery works. യഥാർത്ഥമായും അങ്ങനെ തന്നെയാണ്. എന്നാൽ അവൾ തുന്നലിലും എംബ്രോയിഡറി വർക്കിലും മിടുക്കിയാണ്. I am afraid she is going to fail the examination. അവൾ പരീക്ഷ തോൽക്കാൻ പോവുകയാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. Then why don't you arrange a tuition for her? എങ്കിൽ എന്തുകൊണ്ട് അവൾക്ക് നിങ്ങൾ ഒരു ട്യൂഷൻ ഏർപ്പെടുത്തുന്നില്ല? She doesn't study carefully enough. അവൾ വേണ്ടത്ര ശ്രദ്ധിച്ച് പഠിക്കുന്നില്ല. She has to practice long enough to pass the exam. പരീക്ഷ പാസ്സാവാൻ അവൾ വേണ്ട സമയം പരിശീലനം ചെയ്യേണ്ടതുണ്ട്. Is she tried for her work? അവർ പഠിച്ച് തളർന്നുവോ? I think she wouldn't adjust to a new schedule. അവൾ പുതിയ പഠനക്രമവുമായി ഇണങ്ങിച്ചേരുന്നില്ലെന്ന് ഞാൻ കരുതുന്നു. She is always complaining about mathematics. അവൾ എപ്പോഴും ഗണിതം
തെറ്റുകുറിച്ച് പരാതിപ്പെടുന്നു. ഐ വുഡ് persuade her try again. ഞാൻ അവളെ പരിശ്രമിക്കാൻ പ്രേരിപ്പിക്കും. Does she have any close friends? അവൾക്ക് അടുത്ത സുഹൃത്തുക്കളാരെങ്കിലും ഉണ്ടോ? Yes, she has a lot of friends. ഉണ്ട്, അവൾക്ക് ധാരാളം കൂട്ടുകാരുണ്ട്. Why don't you suggest her a combined study? എന്തുകൊണ്ട് നിങ്ങൾ ഒരു സഹപഠനത്തിനായി അവളോട് നിർബന്ധിക്കുന്നില്ല? Oh, nice idea. 3 of their friends are very good in mathematics. ഓ, നല്ല ആശയം. അവളുടെ സുഹൃത്തുക്കളിൽ 3 പേരും ഗണിതത്തിൽ മികച്ചവരാണ്. I will help you to improve her self-confidence. I think it will improve it. അത് അവളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു ഫോർ സജഷൻ എ ഗുഡ് ഐഡിയ. ഒരു നല്ല ആശയം നിർദ്ദേശിച്ചതിന് താങ്കൾക്ക് നന്ദി. സോ അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ നോക്കിയത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിന് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ അപ്പോൾ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.